ഹായ്, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഓട്സ് ആണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കാം. ഓട്സിൽ പ്രോട്ടീനും ഫൈബറും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓട്സ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ചിയാ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതിലും ധാരാളം ഫൈബറും ഒമേഗ 3 ഒക്കെ ഉണ്ട്. കുറച്ച് വെള്ളത്തിൽ ഓട്സും ചിയാ സീഡ്സും നമുക്കൊരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാം. 1/2 കപ്പിനടുത്ത് വെള്ളം ചേർത്താൽ മതി. ഞാനിവിടെ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട, ഇതിൻ്റെ 4ൽ 1 ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൽ പ്രോട്ടീൻ മാത്രമല്ല നല്ല ഹെൽത്തി ഫാറ്റും ഉണ്ട്. ഇതല്ലെങ്കിൽ ബ്ലാക്ക് ബെറീസ്, ഫാഷൻ ഫ്രൂട്ട്, പേരയ്ക്ക ഇതൊക്കെ ഇതിന് പകരം ചേർക്കാവുന്ന ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഇതുപോലെ ഒരു ചെറുപഴമാണ്. കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് പീനട്സ് വേണം. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നട്ട്സ് ആണ് കേട്ടോ പീനട്സ്. 3 ടേബിൾ സ്പൂൺ വറുത്ത നിലക്കടലയാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സ് ആണുള്ളതെങ്കിൽ അത് ചേർക്കാം. പിസ്തയോ ബദാമോ വാൾനട്ടോ കാഷ്യൂനട്ടോ ഏതെങ്കിലും ഒരു നട്ട്സ് 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിൽ മധുരം ആഡ് ചെയ്യാം. കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ ചേർത്ത പഴത്തിലും ഡേറ്റ്സിലും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഉണ്ട്. അല്പം സിനമോൺ പൗഡർ വേണം. 1/4 ടീസ്പൂൺ അളവിൽ കറുവപ്പട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഓട്സും ചിയാ സീഡ്സും ഒക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ട്. ഇതും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് 1/2 കപ്പ് പാല് ചേർക്കാം. പാലല്ലെങ്കിൽ 1/2 കപ്പ് ഗ്രീക്ക് യോഗർട്ട് ചേർക്കുന്നത് നല്ലതാണ്. എല്ലാം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ്. ആവശ്യത്തിനുള്ള കലോറിയും പ്രോട്ടീനും ഫൈബറും വിറ്റാമിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്